കണ്ടപ്പോൾ പ്രത്യേകത ഇതിന്റെ മേക്കിംഗ് വളരെ മൂന്ന് ലൊക്കേഷന് അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കിംഗ് ആൻഡ് പറച്ചിലുള്ള സ്റ്റൈലുകൾ ഓവർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതെ പടന്ന് പറഞ്ഞിട്ട് ഒരു ലാഗ് പോലും ഇല്ലാതെ ഇടിപിടി തീർക്കുന്നത്. ഇത് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ കഥാപാത്രം കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നിട്ടായിരുന്നു ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരും എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ. ഇതിന്റെ ഐഡിയ പറയുമ്പം അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴത്തോട്ടൊരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഇന്ന് റിലീസായി ഈ പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര ഉറച്ച വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ എന്താ പറയുക, ഈ സബ്ജക്റ്റ് മാത്രമല്ല മേക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിക്ക് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ആഷിക്ക് തന്നെയാണ് ഡയറക്ടർ. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിക്കുന്ന ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കും ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ, പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ എന്തുകൊണ്ടാണ് ആഷിക്കാണ് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കണ്ടപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഇന്നലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. നമുക്കൊരു കാരവൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു. കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ മണ്ടയ്ക്ക് മുകളിലൊരു ബംഗ്ലാവിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ. ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള എന്താ പറയുക ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്കിതിൻ്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായിരിക്കും. സോ നമുക്ക് പറയാനുള്ള പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ക ആഷിഖ് അബു ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റും.